ഹലോ, വെൽക്കം ടു ക്രാഫ്റ്റ്സിന്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഫോട്ടോ ബുക്സ് ആണ്. അപ്പോൾ എൻ്റെ കയ്യിൽ 2 ഫോട്ടോ ബുക്സ് ഉണ്ട്. ഇത് ആക്ച്വലി ഓർഡേഴ്സ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും പിന്നെ രണ്ട് സിസ്റ്റേഴ്സ് തന്ന ഓർഡേഴ്സാണ്. അപ്പോൾ ഒന്ന് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഫോട്ടോ ബുക്കും ഒന്ന് പിന്നെ ബർത്ത്ഡേക്ക് മോന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഫോട്ടോ ബുക്കുമാണ്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഓവറോൾ കാര്യം പറഞ്ഞുതരാം. അതായത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ഇത് സ്പൈറൽ ബൈൻഡ് ചെയ്യുന്നതാണ്. ആൽബംസ് എല്ലാം നമ്മൾ സ്പൈറൽ ബൈൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതുപോലൊരു ഫ്രണ്ട് പേജ് വരുന്നുണ്ട്. ഓക്കെ, ബാക്കി എല്ലാ ഫോട്ടോസ് നമുക്ക് 40 to 50 അല്ലെങ്കിൽ 40 to 55 ഫോട്ടോസ് വരെ നമുക്കൊരു ആൽബത്തിൽ മാക്സിമം ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ 40 to 50 ഫോട്ടോസാണ് ലാമിനേറ്റ് ചെയ്തിരിക്കും. എല്ലാ ഫോട്ടോസും ലാമിനേറ്റഡ് ആണ്, ഡിസൈൻ ചെയ്തിരിക്കും. പിന്നെ എക്സ്ട്രാ ഫോട്ടോസ് ഇപ്പം 10 ഫോട്ടോസൊക്കെ കൂടുതൽ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ലീഫ് വേണ്ടി വരും. അപ്പോൾ അത് ചാർജ് ചെയ്യേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ഡിസൈൻസ് ഒത്തിരി ഡിസൈൻ ചേഞ്ചസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിസൈൻ ചാർജും അതുപോലെ കൂടും. അപ്പോൾ നോർമൽ നിങ്ങൾക്ക് മതി. നമ്മൾ നോർമൽ ചെയ്ത് കൊടുക്കുന്ന ആൽബംസ് എല്ലാം നല്ല ഡിസൈൻഡ് ആയിട്ടുള്ള ആൽബംസ് ആണ്. ചിലർക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഡിസൈനോ അങ്ങനെ കാര്യങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അതിനൊരു ചെറിയൊരു ചാർജ് കൊടുക്കേണ്ടി വരും. അപ്പം നമുക്ക് ഫസ്റ്റിലത്തെ ആൽബം കാണാം. ഇതൊരു മോന് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇത് ആക്ച്വലി ഫുള്ളി അവർ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്ത് കൊടുത്തതാണ്. ഫ്രെയിംസ് ഫസ്റ്റ് ഫ്രണ്ട് പേജിൽ ഫ്രെയിംസ് പോലെ വേണമെന്ന് പറഞ്ഞു. അപ്പം മോൻ്റെ ഫോട്ടോസ് എല്ലാം ഫ്രെയിമായിട്ട് ചെയ്തു. അതുപോലെ തന്നെ റൈറ്റിങ്സും ചെയ്തു. ഓക്കെ, ഇത് അവരുടെ ഫാമിലി ഫോട്ടോയാണ്. പിന്നെ ആക്ച്വലി ഇതായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് വയ്ക്കാമെന്ന് വിചാരിച്ചത്. അതായത് ഫാമിലി റിലേറ്റഡ്. അപ്പോൾ അവരാ പറഞ്ഞ മോന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം മോൻ്റെ ഫോട്ടോസ് എല്ലാം ഫ്രെയിം കണക്ക് വേണം. അപ്പം അതുപോലെ ചെയ്തു. ഇതായിരുന്നു ഞങ്ങളുടെ ആക്ച്വലി ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് തൊട്ട് മോൻ ജനിച്ചത് തൊട്ടുള്ള ഫോട്ടോസുകളും പിന്നെ പാരൻസിൻ്റെ ഫോട്ടോസുകളും അങ്ങനെയാണ് വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് റൈറ്റിങ്സ് ഒക്കെ വരുന്നുണ്ട്. ഫാമിലി റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ, പിന്നെ അതുപോലെ തന്നെ കുട്ടികളായതുകൊണ്ട് അവരുടെ പിന്നെ കോഡ്സുകൾ, കുറച്ച് കിഡ്സിൻ്റെ കോഡ്സുകളും ഫാമിലിയുടെ കോഡ്സുകളെല്ലാം നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതുപോലൊരു ആൽബം ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനകത്ത് വിളിക്കുകയോ ജസ്റ്റ് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തോ മതിയായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ഒരു ആൽബം നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാം. അതായത് മെമ്മറീസ് എല്ലാം നിങ്ങളുടെ പഴയ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മെമ്മറീസ്, ഫോട്ടോസ് ഡിലീറ്റായി പോകും. അങ്ങനെയൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഫോട്ടോസുകളെല്ലാം ഞങ്ങൾക്ക് അയച്ചു തരാൻ ഞങ്ങൾ ഇതുപോലുള്ളൊരു ആൽബംസ് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. താങ്ക് യു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.